നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ യൂറോ കപ്പിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ഫ്രാൻസും അതുപോലെ തന്നെ പോർച്ചുഗലും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും കിലിയൻ എംബപ്പയും പരസ്പരം മുഖാമുഖം വരുന്നു എന്ന ഒരു പ്രത്യേകത ഈ ഒരു മത്സരത്തിനുണ്ട്. ഒരു കടുത്ത മത്സരമാണ്, ഒരു കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 2016 യൂറോ കപ്പിൽ പോർച്ചുഗലും ഫ്രാൻസും തമ്മിലായിരുന്നു ഫൈനലിൽ ഏറ്റുമുട്ടിയിരുന്നത്. അന്ന് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു യൂറോ കപ്പ് സ്വന്തമാക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നു. അതിന് പ്രതികാരം വീട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഫ്രാൻസ് ഇന്ന് വരുന്നത്. ആ തോൽവി ഇപ്പോഴും തങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. ആ തോൽവി മറന്നിട്ടില്ല എന്നുള്ള കാര്യം ഫ്രഞ്ച് പരിശീലകനായ ദിദിയർ ദശാംസ് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അന്ന് അവരൊരു കരുത്തരായ ടീമായിരുന്നു. അവർ ചെയ്യേണ്ടത് ചെയ്തു. ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം വേദനാജനകമായിരുന്നു. അന്ന് കിരീടം നേടാൻ ഞങ്ങൾ അത്രയധികം ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴും ഞങ്ങൾ കരുത്തരാണ്. രണ്ട് ടീമുകളും ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു ടീമിന് മാത്രമാണ് സെമിയിൽ എത്താൻ കഴിയുക. അത് ഞങ്ങളായിരിക്കണം. അതിനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഫ്രഞ്ച് പരിശീലകനായ ദശാംസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ യൂറോ കപ്പിൽ തങ്ങളുടെ ഹൈപ്പിനനുസരിച്ചുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ ഫ്രാൻസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതുവരെ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒരു ഗോൾ പോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടാണ് പോർച്ചുഗൽ വിജയിച്ചിട്ടുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ടീമുകളും പരമാവധി മികച്ച പ്രകടനം പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.